മൈലാഞ്ചി മുഞ്ചുള്ള മിസിരി പെണ്ണ്. രചന ഫസ്ന ഫസൽ. അവതരണം ഷാഹുൽ മലിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. നഫി ആരോ വാതിൽ മുട്ടി. ഞെട്ടിപ്പിടഞ്ഞ് ഞങ്ങൾ അകന്നു മാറി. ഞാൻ വേഗം ടീഷർട്ട് എടുത്തിട്ട് പതിയെ വാതിൽ തുറന്നു. ഐഷു. എന്തേ? നഫി അവള് കുളിക്കുകയാണ്. അവള് ചുരിദാർ ബോട്ടം എടുക്കാൻ മറന്നുപോയി, അത് തരാൻ വന്നതാ. അവളുടെ ചുരിദാർ ബോട്ടം എന്റെ കയ്യിൽ തന്നിട്ട് ഐഷു പോയി. പരസ്പരം മിണ്ടാൻ കഴിയാത്ത ശൂന്യത ഞങ്ങൾക്കിടയിൽ. ചുരിദാറിന്റെ പാന്റ് അവളെ ഏൽപ്പിച്ച് ഞാൻ ബാത്റൂമിലേക്ക് പോയി. ഞാൻ അവളോട് മനസ്സോർന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ. അവൾ എന്ത് കരുതി കാണും? ഞാൻ ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും അവൾ പോയി കഴിഞ്ഞിരുന്നു. സാറ് ബാത്റൂമിലേക്ക് കയറിയതും ഞാൻ വേഗം പാന്റ് എടുത്തിട്ടു. അയ്യേ, സാർ എന്ത് കരുതി കാണും? സാറൊന്ന് തൊട്ടപ്പോഴേക്കും ഞാൻ ആകെ വികാരാധീനനായി പോയി. മോശം. ഏതായാലും സാറ് ഇറങ്ങുന്നതിന് മുന്നേ ഇവിടുന്ന് പോവാം. ഞാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഐഷു കുളി കഴിഞ്ഞ് വിശ്രമിക്കുന്നു. മെർലിൻ കുളി കഴിഞ്ഞിറങ്ങി സിത്താര കുളിക്കാൻ കയറുന്നു. റൂമിൽ കയറി ഞാൻ ഐഷുവിനെ തന്നെ നോക്കി. ദുഷ്ട, അവൾക്ക് പാന്റ് കൊണ്ടുവരാൻ തോന്നിയ സമയം. ഇവള് നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അടുത്ത മാസം ഞാൻ പുളിമാങ്ങ തിന്ന് നടന്നേനെ. എല്ലാം നശിപ്പിച്ചിട്ട് സാമദ്രോഹി മലത് കിടക്കണം നോക്കിയേ. നഫി, നീ എന്താ ഐഷുവിനെ നോക്കി പിടിപ്പിക്കുന്നത്? അവൾ എന്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന അടി മെർലിൻ. അതും പറഞ്ഞ് അവൾ ചിരിച്ചു. നീ എന്താടി ഒരുമാതിരി ആക്കിച്ചിരിക്കുന്നത്? എടി മോളെ, കാള വാരി വെക്കുന്ന കണ്ടാലറിയില്ലേ എന്തിനാണെന്ന്? എന്തിനാ പറയടി മോളെ. നഫി, നീ അവിടുന്ന് ചവിട്ടി തൊഴിക്കാതെ ചാച്ചിയുടെ അടുത്ത് വന്നിരിക്കെ, ചാച്ചി പറയട്ടെ. ഞാൻ അവളുടെ അടുത്ത് പോയിരുന്നു. ഇവളെന്തിനാ ഐഷു വാവടുത്ത പശുവിനെ പോലെ ഇങ്ങനെ ചവിട്ടി തുള്ളുന്നത്? അതും കൂടി ആയപ്പോൾ ഐഷു നിന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് രണ്ടിന് എന്താ പറ്റിയത്? അതൊക്കെ പറയാം. എടി നഫി, ഞങ്ങൾക്ക് ഇവിടെ പച്ചക്ക് നിൽക്കുമ്പോൾ നിന്നെ റൊമാൻസ് കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കുമോ? ഞങ്ങളവിടെ റൊമാൻസ് ആയിരുന്നു നിന്നോടാരെ പറഞ്ഞ്? എടി മോളെ, വെറും 5 മിനിറ്റ് കുളിക്കാൻ വേണ്ട നീ ഞാൻ കയറുന്നതിന് മുന്നേ കുളിക്കാൻ പോയി. ഞാൻ കുളി കഴിഞ്ഞിറങ്ങി മെർലിൻ കയറി. എന്നിട്ട് വരാതായപ്പോ കാര്യം എന്താണെന്ന് എനിക്ക് പിടികിട്ടി. എന്താടി ഐഷു? ഇവരെ അച്ഛനും അമ്മയും കളിക്കായിരുന്നു. ആണോടാ നഫി? അത് നീ ചോദിക്കുന്ന എന്തിനാ? അവിടെ കഴുത്തിലേക്ക് നോക്ക് മെർലിൻ, തെളിവ് കഴുത്തിൽ തന്നെ കിടപ്പുണ്ടല്ലോ. എനിക്ക് വയ്യ, ഇനി എന്തൊക്കെ കാണണം. ഒന്ന് എണീറ്റ് പോകണുണ്ടല്ലോ, ഒരു കണ്ടുപിടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. എന്താടി പ്രശ്നം? എന്താ നഫി? ഏയ് ഒന്നുമില്ല ശ്യാം, എന്തോ ആഭ്യന്തര പ്രശ്നം ചർച്ച ചെയ്യായിരുന്നു തോന്നുന്നു. ഏയ് ഞങ്ങള് ചുമ്മാ. നഫി, നിന്റെ കഴുത്തിൽ എന്താ പറ്റിയത്? തിണർത്ത് എടുക്കുന്നുണ്ടല്ലോ. പണി പാളി. ഞാൻ ഐഷുവിനെ നോക്കി. അവൾ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. ദുഷ്ട. അതുപോലെ കൊതുകും കടിച്ചായിരിക്കും. കൊതുക് ഇങ്ങനെ കടിക്കും ഐഷു? അത് ശരിയാണല്ലോ. എന്നെ പട്ടി കടിച്ചതാണോ? എന്തിയേ ഡി ഞങ്ങളുടെ ഏയ് ഒന്നുമില്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഇവളിപ്പോ ആര് കടിച്ചാലും എനിക്കെന്താ? ഞാനൊന്നും പറഞ്ഞില്ല. ശ്യാം അടക്കി പിടിച്ചിരിക്കുന്നുണ്ട്. ഏതാണ്ട് കാര്യങ്ങളെല്ലാം അവന് പിടികിട്ടി. ഇനി വിഷയം മാറ്റിയാലേ രക്ഷയുള്ളൂ. നമുക്ക് പാമ്പും കോണി കളിച്ചാലോ? എന്ത് പാമ്പും കോണി? നിനക്ക് നാണല്ലേ? പ്ലീസ്. ഇവിടെ എന്തൊരു ബഹളം! സമാധാനമായിട്ട് കുളിക്കാനും സമ്മതിക്കില്ലേ? സോറിടാ സിത്താരെ, നിന്റെ ഒരാഴ്ചത്തെയുള്ള കുളിയാണെന്ന് ഞങ്ങൾ ഓർത്തില്ലടാ. ഐഷു വാ എല്ലാരും. ഞാൻ ബോർഡും കരിക്കലും എടുത്തു വെച്ച് അവർ വിളിച്ചു. നിങ്ങൾ 4 കളിക്ക്, ഞാൻ പ്രോത്സാഹിപ്പിക്കാം. ആയിക്കോട്ടെ. ഞങ്ങൾ കളിച്ചു തുടങ്ങിയപ്പോഴേക്കും ഹരം കയറി മെർലിനെ മാറ്റി ശ്യാം കളിക്കാനിരുന്നു. കൂക്കുവിളിയും ഒച്ചപ്പാടുമായി ഞങ്ങളുടെ കളി മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. അവളെ കുറിച്ചോർത്ത് അങ്ങനെ കിടന്നു. ഓരോ സമയത്തും അവൾ ഓരോ രീതിയിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനിടയിൽ എപ്പോഴാണ് അവളോട് പ്രണയം തോന്നി തുടങ്ങിയത് അറിയില്ല. പക്ഷെ അവളില്ലാതെ ഇനി എനിക്കാവില്ല. അവളുടെ ഇന്നലത്തെ ചോദ്യമാണ് തന്നെ ഇരുത്തി ചിന്തിപ്പിച്ചത്. കള്ളി. അവളുടെ ഒരു ചോദ്യം. കൂട്ടുകാരുടെ സൊറ പറയലും കഴിഞ്ഞ് രാത്രി ഇങ്ങോട്ടേക്ക് വരാതിരിക്കില്ല. അവിടെ കിടന്ന കള്ളി വെളിച്ചത്താവില്ലേ? കുറെ നേരം കഴിഞ്ഞിട്ടും യാതൊരു അനക്കവും കാണഞ്ഞിട്ട് റൂമിന് പുറത്തിറങ്ങി. അപ്പോൾ അവളുടെ റൂമിൽ നിന്നും ഭയങ്കര ബഹളം. പതിയെ ഞാൻ വാതിൽ തുറന്നു നോക്കി. എടാ ശ്യാമേ, കള്ളക്കളി കാണിക്കരുത്. നിനക്ക് 3 വീണത്. 3 വെച്ചാൽ നിന്നെ പാമ്പ് വിഴുങ്ങും. അതിൽ നീ കരുമാറ്റിയത്? അല്ലല്ല, എനിക്ക് 4 വീണത്. ഞാൻ സമ്മതിക്കില്ല. കള്ളക്കളി നീയാ കാണിക്കുന്നത്. പോടി കള്ളക്കൊതിച്ച് സിത്താരെ. ഞങ്ങളെല്ലാവരും കണ്ടാ നിനക്ക് 3 വീണത്. ശരി, സമ്മതിച്ചു. ഞാൻ 3 വെച്ചു. എന്നെ പാമ്പ് വിഴുങ്ങി. ഞാൻ 13-ലെത്തി. സമാധാനായോ? അടുത്ത നഫി കളിക്ക്. ദൈവമേ, അവൾക്ക് 2 വീഴണേ. അവളെ പാമ്പ് വിഴുങ്ങണേ. ദേ, എനിക്ക് 4 വീണു. ഞാൻ ജയിച്ചു. അവൾ കട്ടിലിൽ നിന്ന് എണീറ്റിന്ന് ഡാൻസ് കളിച്ചു. ഡാൻസ് കളിച്ച് കറങ്ങി തിരിഞ്ഞ് അവൾ നോക്കിയത് എന്നെയാണ്. അവൾ എന്നെ കണ്ടു. കൂട്ടുപ്രതികളും വാതിൽ ചാരി നെഞ്ചത്ത് കൈകെട്ടി ഞാൻ അവരെ തന്നെ നോക്കി നിന്നു. നിങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണോ അതോ LKG സ്റ്റുഡൻസോ? കഷ്ടം. സമയം എത്രയായിന്ന് വല്ല നിശ്ചയമുണ്ടോ? പോയി കിടക്കാൻ നോക്ക്. പറഞ്ഞു തീരും മുമ്പേ ശ്യാമോടി റൂമിൽ കയറി. അവർ 4 എങ്ങോട്ട് പോകണമെന്നറിയാൻ നിന്ന് പരിങ്ങുകയാണ്. മിസ്രി, നീ എന്താ ഇവിടുന്ന് പരിങ്ങുന്നത്? പോയി കിടക്ക്, നാളെ പോവാളതല്ലേ. സർ, നഫി ഇന്ന് ഞങ്ങളോടൊപ്പം കിടന്നോട്ടെ.
ഞാൻ അവളെ നോക്കി, വേണോ എന്നർത്ഥത്തിൽ. അവളൊന്നും പറഞ്ഞില്ല. ആ, താനെന്നാ ഇന്നിവിടെ കിടന്നോ? എന്റെ റൂമിൽ വെള്ളമല്ല, താൻ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് പൊക്കോട്ടോ. ഞാൻ റൂമിലേക്ക് പോന്നു. എടി, ഞാൻ സാറിന് വെള്ളം കൊണ്ടുവച്ചിട്ട് ഇപ്പൊ തന്നെ വരാം. വരണേ, പോടി. വെള്ളവുമായി ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ സാർ റൂമിലുണ്ടായിരുന്നില്ല. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. സാർ പോവല്ലേ, ഞാനിതാ വരുന്നു. സാറിനെ വെയിറ്റ് ചെയ്യുന്നപ്പോഴാണ് ടേബിൾ തുറന്നു വെച്ചിരിക്കുന്ന വെഡിങ് ആൽബം കണ്ടത്. അതിലെ ഫോട്ടോ കണ്ടതും എന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അന്ന് ഫോട്ടോഗ്രാഫർ പോസ് ചെയ്യിപ്പിച്ച ഫോട്ടോ. ഞാനും അതിലേക്ക് നോക്കി സ്വയം മറന്ന് നിന്നപ്പോഴാണ് എന്നെ ചുറ്റി വരിയുന്ന 2 കൈകൾ ഞാൻ കണ്ടത്. പേടിച്ചു പോയോ? എന്തിനാ വരാൻ പറഞ്ഞത്? അതോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. അതും പറഞ്ഞ് സാർ എന്നെ ഒന്നുകൂടി ചേർത്ത് നിർത്തി. സാറിന്റെ ചുമലിൽ ഞാൻ എൻ്റെ തല ചായച്ചു വെച്ചു. അങ്ങനെ ആ നിൽപ്പ് കുറച്ചു നേരം നിന്നു. സാർ, ഈ നടക്കുന്നതൊക്കെ സത്യമാണോ അതോ ഞാൻ സ്വപ്നം കാണുന്നോ? ആ, എന്തിനാ എന്നെ പിച്ചെന്ന്? ഇപ്പൊ വിശ്വാസമായോ സ്വപ്നല്ലെന്ന്? നീ വിചാരിക്കുന്നുണ്ടാവും പെട്ടെന്ന് എന്താ ഇങ്ങനെയെന്ന്. പെട്ടെന്നൊന്നുമല്ല. എന്റെ മാറി നിന്റെ കഴുത്തിൽ വീണ മുതൽ ഞാൻ മാറി ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനും മനുഷ്യനല്ലേ. വേറൊരു വികാരത്തിന് അടിമപ്പെട്ടല്ല നിന്നെ ഞാൻ കുറച്ചു മുമ്പ് അങ്ങനെയൊക്കെ ചെയ്തത്. നീ എന്റെ സ്വന്തമാണ്, എന്റെ എല്ലാം എല്ലാമാണ്. ഞാൻ നിന്നെ പ്രണയിക്കുന്നു മിസ്രി. ഐ ലവ് യു സോ മച്ച്. സന്തോഷം കൊണ്ട് എന്റെ കണ്ണു നിറഞ്ഞുപോയി. ഞാൻ എന്റെ സാറിനെ ഇറുകെ പുണർന്നു. മതി, ഇത് മതി എനിക്ക്. എന്നെ അംഗീകരിച്ച ഈ മനസ്സ് മാത്രം മതി ഈ ജന്മം എനിക്ക് ജീവിച്ചു തീർക്കാൻ. സാർ എന്നെ അടത്തി മാറ്റി എന്റെ മുഖം കയ്യിൽ കോരിയെടുത്തോണ്ട് ചോദിച്ചു, അപ്പോ കൊഞ്ചിക്കാനും ലാളിക്കാനും എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് വേണ്ടേ? ഒന്ന് പോ, എനിക്ക് നാണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്റെ മുഖം സാറിന്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. അതെന്റെ ചങ്കിലാണ് കൊള്ളുന്നത്. സന്തോഷാശ്രുക്കളാണെന്ന് അറിയാമെങ്കിലും എന്റെ നെഞ്ചിൽ ഒളിപ്പിച്ച അവളുടെ മുഖം ഞാൻ എന്റെ കയ്യിൽ കോരിയെടുത്തു. അധരങ്ങൾ അവയുടെ എണ്ണയെ സ്വന്തമാക്കി. അവ തമ്മിലുള്ള പിണക്കങ്ങളും പരിഭവങ്ങളും പറഞ്ഞു തീർത്തു. ചുണ്ടുകൾ പതിയെ കഴുത്തിലേക്ക് ഇറങ്ങിച്ചെന്നതും അവൾ എന്നെ തള്ളിയിട്ട് ഓടാൻ പോയി. കയ്യിൽ പിടുത്തമിട്ട് ഞാൻ അവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. കുറച്ചു മുമ്പ് കഴുത്തിൽ സ്നേഹിച്ചതിന്റെ പാട് ചുവന്ന് കിടപ്പുണ്ട്. അത് അവൾമാർ കറക്റ്റായിട്ട് കാണുകയും ചെയ്തു. ഇനിയും കണ്ട കളിയാക്കി കൊല്ലും. എവിടെ നോക്കട്ടെ. എന്റെ ദന്തങ്ങൾ കുസൃതി കാണിച്ച അവളുടെ കഴുത്തിൽ ഞാനൊരു ഉമ്മ കൊടുത്തു. വേദനിച്ചല്ലേ? സോറി ട്ടോ. സാറില്ല, ഇനി എന്തോരം വേദനിക്കാനുള്ളതാ. അതെങ്ങനെയാ? പോടി പൊട്ടി. ഞാൻ പോയിക്കോട്ടെ, അവര് നോക്കിയിരിക്കും. അവൾ പോവാൻ തിരിഞ്ഞതും ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചു. പോണോ? പോണ്ടേ, അവര് നോക്കിയിരിക്കും. എന്നാ പൊക്കോ. മിസ്രി, എനിക്കൊന്നും തരാതെ പോവാണോ? അവളെന്റെ അടുത്തേക്ക് വന്നു. കണ്ണടക്ക്. അതെന്തിനാ? അല്ലെങ്കിൽ എനിക്ക് നാണം വരും. നാണമൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാം കേട്ടോ. ഞാൻ പോവാ. കണ്ണടക്കുന്നുണ്ടെങ്കിൽ കണ്ണടക്ക്. അവളെന്റെ കവിളിൽ ഒരു മുത്തം തന്നു. എന്റെ കവിളിൽ കടിച്ചിട്ട് അവൾ ഓടി. അതെ, രാത്രി ഉറങ്ങാൻ വേണ്ടി തന്ന ഡോസാണിത്. എന്റെ കൈ കിട്ടുന്നിന്നെ. അപ്പൊ ഞാൻ ഇതിന് പ്രതികാരം വീട്ടിക്കൊള്ളാം കേട്ടോ. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഓ ആയിക്കോട്ടെ. സാറിന്റെ അടുത്ത് നിന്ന് റൂമിലേക്ക് ചെന്നപ്പോൾ 3 അന്യഗ്രഹജീവികൾ എന്നെ നോക്കി പേടിപ്പിക്കുന്നു. നീ ആലുവാപ്പുഴയിൽ പോയാണോ സാറിന് വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത്? എന്തേടി? അല്ല, അതിനുള്ള സമയമായി നീ പോയിട്ട്. ആണോ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കണ്ട. ആണോ? വീണ്ടത് കിടന്നുറങ്ങടി. ഞങ്ങളെല്ലാം കിടന്നു. സംസാരിച്ച് പതിയെ അവളുമാരെല്ലാം ഉറങ്ങി. തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും നിദ്രാദേവി എന്നെ കടാക്ഷിച്ചില്ല. സാറിന്റെ വാക്കുകളായിരുന്നു മനസ്സ് മുഴുവൻ. തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും അവസാനം കട്ടിൽ നിന്ന് മറിഞ്ഞു വീണു. വീണതിനൊപ്പം ലൈറ്റും തെളിഞ്ഞു. സ്വിച്ചിലോട്ടാണോ ഞാൻ വീണത്? വീണതിനൊപ്പം ലൈറ്റും തെളിഞ്ഞല്ലോ. പതി എഴുന്നേറ്റപ്പോൾ മുന്നില്ലാതെ ഒരു മൈന, അല്ല മെർലിൻ. നിനക്ക് എന്താടി പറ്റിയേ? ഏയ്, ഞാൻ ചെറുതായിട്ടൊന്ന് വീണതാ. നീ ഇതുവരായിട്ട് ഉറങ്ങാത്ത എന്താ? ഉറക്കം വന്നില്ലടി. നീ സാറിന്റെ അടുത്തേക്ക് പോയിക്കോ. അതാ നിനക്ക് ഉറക്കം വരാത്ത. ചെല്, പൊയ്ക്കോടി. ഇവർക്ക് ഉറങ്ങി. നീ നാളെ പോവല്ലേ? ഒരാഴ്ച കഴിഞ്ഞല്ലേ വരൂ. നീ പോയിക്കോ, ചെല്. എന്റെ മെർലിൻ, നീ മുത്താടി. അതെ, ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് ഈ കുംഭകർണികളെ എഴുന്നേൽപ്പിക്കണ്ട. പിന്നെ ഈ പാവങ്ങളുടെ അടുത്ത് നിന്ന് ഇത്ര ഉത്സാഹം കാണിക്കരുത്. മനസ്സിലൊരു പാപചിന്തകൾ പോലില്ലാത്ത നിഷ്കളങ്കരാണ് ഞങ്ങൾ. ഞങ്ങളെ വഴി തെറ്റിക്കരുത് മോളെ. ഒന്ന് പോടി. ദേ, ഈ ഫോൺ കൂടി കൊണ്ടുപോയിക്കോ. 4 മണിക്ക് ചെവി കിടന്ന് കൂവാൻ തുടങ്ങും. ഓക്കെടി മുത്തേ. ഞാൻ സാറിന്റെ റൂമിലേക്ക് ചെന്നു. ഭാഗ്യം, ഡോറ് ലോക്കല്ല. ഡോർ തുറന്ന് അകത്ത് കയറി. ഡോർ ലോക്ക് ചെയ്തു. സാറ് നല്ല ഉറക്കാണ്. ഞാൻ സാറിനെ ഉണർത്താതെ സാറിന്റെ അടുത്ത് പോയിരുന്നു. സാറിനെ നോക്കിയിരുന്ന് എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോയി. അലാറം 4 മണിക്ക് അടിച്ചു. ഞാൻ വേഗം ചാടി എഴുന്നേറ്റ് പോവാൻ തുടങ്ങിയതും കയ്യിൽ പിടി വീണു. ഗുഡ് മോർണിംഗ്.
നീ എപ്പോഴാ ഇവിടേക്ക് വന്നത്? വെളുപ്പിന് 2 മണി കഴിഞ്ഞാണ്. എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കാതിരുന്നത്? വിളിച്ചില്ല, സാറിന് നോക്കിയിരുന്ന് ഉറങ്ങിപ്പോയി. ദുഷ്ടേ, നിനക്ക് ബർത്ത്ഡേ ഷാപ്പും കിട്ടും. എന്തിന്? നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കളഞ്ഞില്ലേ നീ? അതാണോ? ഇനി എന്തുമാത്രം നൈറ്റ് കിടക്കുന്നു? അത് കിടന്നോട്ടെ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് മോർണിംഗ്. ഇങ്ങോട്ട് വാടി മുത്തേ. നീ സുന്ദരിയല്ലെന്ന് ആരാ പറഞ്ഞത്? പിടിവിട്ടാൻ ഞാൻ സുന്ദരിയൊക്കെ തന്നെയാ. എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. 10 മിനിറ്റ് ഇവിടെ ഇരിക്ക്, എന്നിട്ട് പോവാം. ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്ന് സാറിൻ്റെ നെഞ്ചിൽ തലയാച്ചിരുന്നു. സാർ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. അതിനേക്കാൾ ഉപരി പേടിയും. സാറിൻ്റെ ചുമലിൽ താടി ചേർത്ത് വെച്ച് ഇറുകെ പുണർന്നു. ഞാനിങ്ങനെ ഇത്രയടുത്ത് നിന്റെ കൂടെയില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഒരുപാട് സ്നേഹിക്കുന്ന എന്തും എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഞാൻ ജനിച്ചു വളർന്ന നാട്, എൻ്റെ അജൂക്ക, പിന്നെ അങ്ങനെ പലതും. എന്നാലേ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടില്ല. എൻ്റെ പെണ്ണിനെ ഞാൻ അങ്ങനെ നഷ്ടപ്പെടുത്തുമോ? സാറിൻ്റെ കൈ കോർത്ത് പിടിച്ചെന്നെ ചുറ്റി വരിഞ്ഞു. ഇനി അങ്ങനെ വേണ്ടാത്ത ചിന്തയൊന്നും മനസ്സിൽ കൊണ്ടുനടക്കരുത് കേട്ടോ. എന്നാൽ പോയി കുളിച്ചൊരു സാരി കൊടുത്ത് തലയിലൊരു ടവലൊക്കെ കെട്ടി എനിക്കൊരു ബെഡ് കോഫി കൊണ്ടുവന്നേ. നല്ലൊരു ഫസ്റ്റ് മോർണിംഗ് ആഘോഷിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ചില സിനിമയിൽ ഇങ്ങനെ ഭാര്യ ചായ കൊണ്ടുവരുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ കാണാൻ എനിക്കൊരു ആഗ്രഹം. അതെങ്കിലും സാധിച്ചു താടി. ശരി. പൂമുഖവാദികൾ സ്നേഹപ്പെടുത്തുന്ന പൂന്തികളാവുന്ന ഭാര്യയായി ഞാൻ ഇപ്പൊ തന്നെ വരാവേ. അതെ, ആ ഭാര്യ ആവുമ്പോഴേ കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ബെഡ്റൂമിൽ ചെവിയാടിക്ക് പറയാം. ഞാൻ സാറിൻ്റെ അടുത്തേക്ക് എൻ്റെ ചെവി കാണിച്ചു. ഒന്ന് പോയി, ഈ മനുഷ്യന് നാണമില്ലേ? നിങ്ങളൊരു സാറല്ലേ മനുഷ്യ? ആരാന്ന്? മനുഷ്യനോ? അല്ല, പിള്ളേരുടെ അച്ഛൻ. ഏത് പിള്ളേരുടെ? തോന്നിയാസം പറയത്. അതേ, എനിക്ക് ജനിക്കാനിരിക്കുന്ന പിള്ളേരുടെ. ഞാൻ പേടിച്ചു. ഇമാതിരി അടിയും തൊഴിയാണെങ്കിൽ എനിക്ക് ഈ ജന്മത്തിലൊന്നും പിള്ളേര് ജനിക്കാൻ പോണില്ല. ഇനി വിട്ടേ, അവളുമാരെ എഴുന്നേൽക്കുന്നതിന് മുന്നേ പോയി കുളിച്ച് റെഡിയാവട്ടെ, അല്ലെങ്കിൽ 100 ചോദ്യം വരും. വേഗം ചെല്ല്. പ്രാർത്ഥനയും നിസ്കാരം കഴിഞ്ഞ് ഞാനൊരു സാരി എടുത്തു കൊടുക്കാൻ തുടങ്ങി. ബ്ലൂ സാരി, പ്രിന്റ് ഫ്ലവറുള്ള ഒരു ഷിഫോൺ സാരി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മെർലിൻ എഴുന്നേറ്റു. നിന്റെ ഫ്ലൈറ്റ് ഉച്ചക്കല്ലേ? അതെ. പിന്നെ നീ രാവിലെ ഇവിടെ പോവാ? ഒരു കല്യാണത്തിന്. ആരുടെ? നിന്റെ അപ്പൻ്റെ. എടി, രാവിലെ വെറും വയറ്റിൽ അപ്പനെ വിളിക്കുന്നോടി. നിന്റെ വയറ് നിറഞ്ഞല്ലോ, ഇനി ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടല്ലോ. നീ ഇതെങ്ങോട്ടാ പറയടി? ഹിന്ദുസാണെങ്കിൽ കുളിച്ച് അമ്പലത്തിലേക്കാണ് വിചാരിക്കാം. ഞാനൊരു അമ്പലത്തിലേക്കാ, എൻ്റെ ദൈവത്തിനെ കാണാൻ. അല്ല, ദൈവത്തിന് കണി കാണാൻ. നിന്നെയോ? ആ ദൈവല്ലേ സാരി കുടിച്ച് ചെല്ലാൻ പറഞ്ഞു. എന്നാ നന്നായിട്ട് ഒരുങ്ങ്. അവളും വന്നതിനെ സഹായിച്ചു. നിന്റെ കാതിൽ കിടക്കുന്ന കമ്മൽ ഊരിയിട്, ജിംക്കിയിട്, അതായിരിക്കും കുറച്ചുകൂടി മാച്ചിങ്. ഓക്കെടി. മെർലി, ഞാൻ അടുക്കളയിൽ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. നീ ഒരു കപ്പിലേക്ക് പാർട്ടി ഒന്ന് എടുക്കുവോ? ഇപ്പൊ കൊണ്ടുവരാം. കമ്മലെടുത്തിട്ട് സാരി എടുത്ത് ഒന്നുകൂടി നോക്കിയിട്ട് എൻ്റെ മഹർമാല ഞാനെടുത്ത് പുറത്തേക്ക് ഇട്ടു. അതിൻ്റെ ലോക്കറിൽ എഴുതിയിരിക്കുന്ന പേര് ഞാൻ ഒന്നുകൂടി നോക്കി സ്വപ്നം കണ്ടൊക്കെ മതി. എന്നാ ചായ കൊണ്ടുപോയി കൊടുക്ക്. നീ മുടിയൊന്നും കെട്ടിയില്ലേ? മുടി കെട്ടണ്ട, ടവൽ ചുറ്റി ചെന്നാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വല്ലാത്ത ഭ്രാന്ത് തന്നെ. ഇത് എന്തേറെ റൊമാൻസാണടി. ഒന്ന് പോടി അവിടുന്ന്. കണ്ണാടിയിൽ ഒന്നുകൂടി നോക്കി മൊത്തത്തിൽ ഒന്നുകൂടി വിലയിരുത്തി ഞാൻ ചായയുമായി സാറിന് മുമ്പിലേക്ക് ചെന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾ എൻ്റെ അരികിലുണ്ട്. ഒരു സാരിയൊക്കെ എടുത്ത് ചായയുമായി വരാൻ പറഞ്ഞ് അവളെ വിട്ട് ഞാൻ വീണ്ടും അവിടെ തന്നെ കിടന്നു. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൾ ചായയുമായി വന്നു. ഒരു ബ്ലൂ കളർ സാരിക്ക് എടുത്ത് കാതിൽ ജിംക്കി കമ്മലുമിട്ട് സുന്ദരിയായി. ചായ? അവൾ അല്പം കടുപ്പിച്ചെന്നെ പറഞ്ഞു. കംപ്ലീറ്റ് കളഞ്ഞു. നിനക്ക് ചിരിയോടെ ചിരി സ്നേഹത്തോടെ ചായ ഒന്നൂടെ? ഉണ്ടായിരുന്ന സ്നേഹമൊക്കെ കുളിച്ചപ്പോൾ പോയി. ഏതായാലും ചായതാ. കട്ടിലിന്റെ തലക്കൽ ചാരിയെന്ന് ഞാൻ ചായ വാങ്ങി. അവൾ എൻ്റെ മുന്നിൽ നിന്നപ്പോൾ ആ നീലിമയുടെ ഇടയിൽ അവളുടെ വെളുത്ത വയർ അനാവൃതമായി. പട്ടിണി കിടക്കുന്ന ഞാനെങ്ങനെ നോക്കാതിരിക്കും? ഞാൻ അങ്ങനെ നോക്കി ആസ്വദിച്ചിരിക്കുമ്പോഴാണ് സാരിയുടെ പ്ലീറ്റ് കുറച്ചുകൂടെ താഴെ ഇറക്കിയിട്ട് അവൾ വയറ് മറച്ചു വെച്ചു. നശിപ്പിച്ച്. വായിൽ നിന്ന് വന്ന അബദ്ധം മനസ്സിലായി. അവൾ നോക്കിയപ്പോൾ അവൾ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് ഞാൻ ചുമല് പൊക്കി കാണിച്ചു. ഇനി എഴുന്നേൽക്കാൻ നോക്ക്, ഞാൻ പോട്ടെ. കണ്ടു കഴിഞ്ഞല്ലോ, ഇനി ഇതൊക്കെ ഒന്ന് അഴിച്ചിടട്ടെ. അതിന് ഒന്ന് നീ കാണിച്ചു തന്നില്ലല്ലോ. എന്ത് കണി? പോയെ. അവൾ എന്നെ മൂക്കിൽ പിടിച്ചു കുലുക്കി കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ചു വെച്ച് അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. ചായക്കപ്പ് അവിടെ കട്ടിലിനോട് ചേർന്നുള്ള ടേബിൾ വെച്ചിട്ടുണ്ട്. ഞാൻ അവൾ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. എന്നാൽ ഞാൻ അവളുടെ പിൻകഴുത്തിൽ ചുണ്ടുകൾ ചേർത്തു. അവളുടെ തലയിൽ കെട്ടിവെച്ചിരുന്ന ടവൽ മെല്ലെ അഴിച്ചു. അവളുടെ സമൃദ്ധമായ മുടിക്കുള്ളിൽ ഞാൻ എൻ്റെ മുഖം ഒളിപ്പിച്ചു. മിസിരി. എന്തിയേ? ഒന്നുമില്ല, രാവിലെ തന്നെ എന്നെ വഴിതെറ്റിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. അങ്ങനെ ഒരു ദുരുദ്ദേശമില്ല, ഞാൻ പോട്ടെ. മിസിരി, എനിക്ക് ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കി തരുമോ? പിടിവിട്, അല്ലാതെ എങ്ങനെയാ? ഞാൻ അവിടെ മുടി മാറ്റിയെടുത്ത് മുന്നിലേക്ക് ഇട്ടു.
അവളുടെ പിൻകഴുത്തിൽ ഞാനൊരു വട്ടം കൂടി മുത്തം വെച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.